പത്തനംതിട്ട റാന്നിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിന് മുകളിൽ മരം വീണു. ബസ് ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. തമിഴ്നാട് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ശബരിമലയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്ക് തൽക്കാലം നിരോധനമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, മഴയുടെ സാഹചര്യത്തിൽ വനപാതയിലൂടെയൊക്കെയുള്ള യാത്രയിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ഗോകുൽ, അല്പസമയം മുൻപാണ് ഈ മാണവൻ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ മരം ബദാം മരമായിരുന്നു. ഇത് ശക്തമായ കാറ്റിലും മഴയിലും കൂടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ആ ഡ്രൈവറുടെ ഭാഗത്തേക്കാണ് ഇത്തരത്തിൽ മരം വീണത്. എന്തായാലും ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ കൂടി അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കാര്യമായ കുഴപ്പം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് നമ്മൾ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഈ പത്തനംതിട്ടയിൽ രാത്രികാല യാത്രാ നിരോധനം തീർത്ഥാടകർക്ക് ബാധകമാകില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പമ്പാ ത്രിവേണിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ നിയന്ത്രണം കർശനമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു ദിവസം മാത്രമേ നടയടക്കാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർക്ക് നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ അങ്ങോട്ട് കയറി ചെല്ലാനാകൂ എന്ന് സാരം. ശരി, ശ്രീജിത്ത് ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.